ഇതിനകത്തിപ്പോൾ പ്രതിഷേധ മാർച്ച് പ്രഭാ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ മാർച്ച് ഇപ്പോൾ അവസാനിക്കുമെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് CPM-ന്റെ നീക്കം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി ജില്ലാ ആശുപത്രിയിൽ നിന്ന് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ, ജില്ലാ സെക്രട്ടറി KK രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ ഏകദേശം ഒരു 100ഓളം പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള 100ഓളം പേർ പങ്കുചേർന്നു. അത് കഴിഞ്ഞപ്പോൾ പ്രഭാ ജംഗ്ഷനിൽ പ്രതിഷേധ യോഗവും ചേരുന്നുണ്ട്. നേരത്തെ 3 മണിയോട് കൂടിയാണ് 3:45 കൂടിയാണ് മന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെടാനായിരുന്നു മന്ത്രിയുടെ തീരുമാനം. രാവിലെ മുതൽ കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ മന്ത്രി പങ്കെടുക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് വരുന്നതിനിടെ തലശ്ശേരി കൊടുവള്ളിയിൽ വെച്ചും അത് കഴിഞ്ഞ് മട്ടന്നൂർ ആയപ്പുഴയിലും അത് കഴിഞ്ഞ് ഇരിക്കൂർ പാലത്തിന് സമീപത്തും വെച്ച് യൂത്ത് കോൺഗ്രസുകാർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ പോലീസ് ഇടപെട്ട പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തെന്ന നീക്കമാണ് ഉണ്ടായത്. പിന്നീട് കല്യാട് ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ് പെരിങ്ങോട്ടേക്ക് പോകുന്നതിനിടെ പയ്യാവൂരിൽ വെച്ച് മന്ത്രിക്ക് നേരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെരിങ്ങത്ത് എത്തിയപ്പോൾ അവിടെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഈ പ്രതിഷേധത്തിനിടെ CPM പ്രവർത്തകർ യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മർദ്ദിക്കുന്നതും നേരത്തെ വാർത്ത വന്നിരുന്നു. അതിന് പിന്നാലെ പെരിങ്ങോത്തെ പരിപാടി കഴിഞ്ഞ് മന്ത്രി കണ്ണൂരിലെത്തിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മന്ത്രിയെ ആക്രമിച്ച തരത്തിലേക്കുള്ള പ്രതിഷേധം ഉണ്ടായത് എന്നുള്ളതാണ് CPM-ന്റെ വാദം. മന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് MC അതിന്റെ നേതൃത്വത്തിലായിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനകത്ത് പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയത്. മന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന യൂത്ത് കോൺഗ്രസ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് MC അതിനെ പോലീസ് തടയുന്നുണ്ട്. അത് കഴിഞ്ഞ് മന്ത്രിയും ഈ പ്രതിഷേധക്കാർക്ക് നേരെ മന്ത്രിയും നീങ്ങുന്ന ദൃശ്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ കാണിച്ചിരുന്നു. അത് കഴിഞ്ഞാണ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിനിൽ കയറാനായി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയ മന്ത്രി പെട്ടെന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന സ്പീക്കർ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും